1992 ഡിസംബറിലാണ് സ്വപ്നങ്ങളുടെ ബാണ്ഡവം പേറിയ അശോകൻ സൗദിയിലേക്ക് വിമാനം കയറിയത്. സൗദിയിൽ പച്ചക്കറിക്കടയിൽ സെയിൽസ്മാൻ ജോലി എന്നാണ് ഏജന്റ് പറഞ്ഞത്. അശോകൻ തന്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ഏജൻസിക്ക് 30,000 രൂപ നൽകി. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ചതി മനസ്സിലായത്. നേരെ കൊണ്ടുവന്ന് ഈ മരുഭൂമിയിലേക്കാണ്, അൽനാരിയാർന്ന സ്ഥലത്തേക്ക്. ആദ്യം അറബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് രാവിലെ നേരം വെളുക്കുന്ന സമയത്ത് ഈ പിക്കപ്പിലിട്ട് നേരെ മരുഭൂമിയിൽ കൊണ്ടുപോയി. അവിടെയാണ് ഈ ടെൻ്റ് അടിച്ചിട്ടുള്ള 200 ആടും 20 ഒട്ടകവും. അപ്പോൾ ഈ ഒരു ബംഗ്ലാദേശുകാരനുണ്ട് ഇത് ഈ ടെൻറ്റിൽ. അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ ഞാൻ ബോധം കെട്ട് വീണു, ആടിനെയും ഒട്ടകത്തെയും കാണുമ്പോൾ തന്നെ. അങ്ങനെ ഈ കുബൂസും വെള്ളം കഴിച്ചിട്ടാണ് ഇത്രയും കാലം അവിടെ ഈ 1.5 മാസത്തോളം ആ ടെൻറ്റിൽ തന്നെ കഴിഞ്ഞു. അങ്ങനെ എന്നെ നാവിക്ക് ചവിട്ടിയിട്ട് ഈ അറബി വന്നിട്ട് എന്തായിരുന്നു ഈ പണി? ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടാവില്ല അറിഞ്ഞു ഈ പണി. ഞാൻ സെയിൽസ്മാൻ്റെ വിസ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ജോലി ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ മർദ്ദിച്ച് അവശനാക്കി പൂട്ടിയിട്ടു. എന്താ നാവിക്ക് ചവിട്ടിയിട്ട് അങ്ങനെ മൂത്രം പോകാതല്ലായി. ഹോസ്പിറ്റൽ അങ്ങനെ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഈ അറബി പിന്നെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ വീണ്ടും മർദ്ദിച്ചു. ആ വീട് റൂമിൻ്റെ ഉള്ളിൽ കൂട്ടി വിട്ടിട്ട് അങ്ങനെ. നാട്ടിൽ നിന്നും പോയ അശോകൻ അന്യദേശത്ത് സുഖമായിരിക്കുന്നു എന്നായിരുന്നു വീട്ടുകാരുടെ വിശ്വാസം. എന്നാൽ സത്യമറിഞ്ഞതോടെ വീട്ടിലും നിലവിളികൾ ഉയർന്നു. നല്ല സുഖത്തിലെത്തിയെന്നാണ് വിവരം കിട്ടിയത്. പിന്നെ പറഞ്ഞു ഒന്നുമില്ല, ഭക്ഷണമില്ല, കഴിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ലോൺ എടുത്തിട്ടല്ലാന്ന് പോയത്. സ്വർണ്ണമെല്ലാം അപ്പോൾ വിറ്റു. നമ്മളങ്ങനെ ഭയങ്കര കഷ്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഉണ്ടായിട്ട, ജീവിക്കാനേ ഒരു ഇതുണ്ടായിട്ട. ഇപ്പം അത് ബേജാറാണ് ഇങ്ങനെ അത് വിചാരിക്കുമ്പോൾ. തന്റെ ജീവിതം മരുഭൂമിയിൽ തന്നെ അവസാനിക്കുമെന്ന് വിചാരിച്ച സമയത്ത് ദൈവദൂതനെ പോലെ ഒരാൾ അശോകന്റെ രക്ഷയ്ക്കെത്തി. തിരുവനന്തപുരം സ്വദേശിയായ ജസ്റ്റിന്റെ സഹായത്തോടെ അശോകൻ പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ ഇടപെടലിൽ തിരികെ നാട്ടിലേക്ക്. 3 മാസം മാത്രമാണ് സൗദിയിൽ ഉണ്ടായിരുന്നതെങ്കിലും ഒരായുസിന്റെ മുഴുവൻ ദുരിതവും ആ ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നെന്ന് അശോകൻ ഓർക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.